അച്ഛനോട് എന്താ എഴുതിയേ? അച്ഛനോട് എന്താ എഴുതിയേ? നമ്മളത് കാട്ടിലോട്ട് കയറുക. ഇനിയിപ്പോൾ നമ്മളവിടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പരും എവിടെ പോകുകയെന്ന് പറയണം. അതുപോലെ ID നമ്പരും കൊടുത്ത് നമ്മൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കയറി. ഇനിയിപ്പോൾ ഇത് അച്ചൻകോവിലേക്ക് നമ്മൾ പോകുന്ന ഒരു കാടാണ്. എന്നത് ചെക്ക് പോസ്റ്റോ അതോ കാടോ? ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പണ്ട് ഞാൻ പോയിട്ടില്ല അടിയോടും. പണ്ട് നമ്മൾ പോയാലോ ഓർമ്മ ഒരു ചെക്ക് പോസ്റ്റുകളുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു അമ്പലം വരും. ആ അമ്പലം കഴിഞ്ഞിട്ടാണ്. ശരിക്കും ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ? ഇവിടെ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ആണല്ലേ? എന്റെ പേര് വേണ്ട, എന്റെ പേര് ഇത് മറ്റേ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവാണ്. കാവിലെ 10ാമത് മഹോത്സവത്തിന്റെ പരിപാടിയാണ്. അപ്പോൾ അതാണ് ഇവിടെ തിരക്ക്. അപ്പൂപ്പൻകാവ് ഒരു അമ്പലമാടി. കാട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുള്ളൊരു അമ്പലമാണ്. ആ അമ്പലത്തിൽ 10ാമത് മഹോത്സവം നടക്കുക. ഇല്ലില്ല, നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാം. അവരെന്ത് ചേട്ടാ മറ്റേ ഞാൻ വിളിച്ചായിരുന്നു. അവരെന്താ പറഞ്ഞു? കൺഫേം ആക്കാൻ വേണ്ടി റൂട്ടൊക്കെ നോക്കുകയാണോ എല്ലോന്ന് ചോദിച്ചോ? ഇതാണ്ട് ഇത് ഫോറസ്റ്റിന്റെ തന്നെ അടിയൊക്കെ. കാട് തുടങ്ങുവാണ്. കാടായിട്ടില്ല. പോകുന്നുള്ളൂ. ഇത് ഊരിക്കോട്ടെ ചേട്ടാ ബെൽറ്റ്. എന്നാലേ എനിക്ക് ശരിക്കും ഗീർവനത്തിലോ ഇവിടെയുള്ള സാധനമാണ് ആന. പുലി, കടുവയൊക്കെ കാണും. എന്താ റോഡെല്ലാം മോശമാണ്. കാട് പണ്ട് നോക്കുമ്പോൾ ഇത്രയും മോശമല്ലായിരുന്നു. ഇപ്പം പിന്നെ ടാറിങ് ഒന്നും തന്നെ ചെയ്യും. ടാറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ ഭയങ്കര സ്പീഡിൽ പോകുമല്ലോ. ഇതാകുമ്പോൾ പയ്യെ മൃഗങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ അവർക്കും സേഫാണ്. പിന്നെ പയ്യെ പോകുന്നതാണ് നമുക്ക് കാടൊക്കെ ആസ്വദിച്ച് പോവുകയും ചെയ്യാം. ഇതാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡ്. കോവിലിന്റെ പേരാണ്. അവള് ആ പാട്ട് കേട്ടിട്ടില്ല പോലെ. ഒരു പാട്ടില്ലേ, കുളത്തൂർ പുഴയിലെ ബാലകനി. ശരിക്കാൻ പറ്റുന്നില്ല. പണ്ട് തോർക്കുന്നുണ്ട്. നമ്മളെ ജീപ്പ വന്നപ്പോ ഇവിടെ കുറച്ച് വള്ളി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്താൽ. നീ ഉണ്ടായിരുന്നില്ലേ? നീ ഇല്ലായിരുന്നു. ആമീൻ നൻചി കാര്യമൊക്കെ മുള്ളുണ്ടേ.
ആമയും തൻഷിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആമയും തന്നും ഈ ലോകത്തിലേ ഞാൻ എവിടെയൊക്കെ കൊണ്ടുപോയി ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് പോയിട്ടില്ല. ആഹാ നോക്കിയ കാടി കാട് ആസ്വദിക്കടി പിള്ളേരെ. Wow, what a nice ഇതാണ് car. തൻഷിക. ഇതാ ഫോറസ്റ്റ് കേട്ടോ, ഫോറസ്റ്റ്. അച്ഛാ, ആ മരമില്ലേ നമ്മൾ മലയ്ക്ക് പോയപ്പോ കണ്ടേ? അങ്ങനത്തെ മരങ്ങളാണ്. അത് പക്ഷെ അതിനെക്കാട്ടും വലുതാ. ഇവിടെ തണുപ്പുണ്ട്. ഇനി അത് വേണം കുറച്ച് തുറന്നു. വേണ്ട. തുറന്നിട് കേട്ടോ. നല്ല ചായ കുടിച്ച് ങ്ങളൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ വണ്ടി വരവും വളരെ കുറവാണ്. വണ്ടി പോയതായിട്ട് തോന്നുന്നില്ല. രണ്ട് സൈഡിൽ നോക്കിക്കോണം. ലക്കുണ്ടെങ്കിൽ ആനയൊക്കെ നിൽക്കുന്ന കാണാം. കാണുമ്പോൾ അറിയാം ബുദ്ധിമുട്ട്. കാണാതിരിക്കുമ്പോൾ കാണാനുള്ള ആഗ്രഹം, കാണുമ്പോൾ പേടിയായിരിക്കും. എനിക്കും മേലെയായി കോഴി കണ്ടാൽ എൻ്റെ ഏകദേശം 40 കിലോമീറ്റർ നമുക്ക് ഇതുപോലെ കാട്ടിനത്ര പോകണം. ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമ്മൾ അച്ചൻകോവിലേക്ക് എത്തത്തുള്ളൂ. ചില സ്ഥലത്ത് റോഡ് കുഴപ്പമില്ല, ടാറിങ്ങൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട്. പക്ഷെ ഇതാ ശരിക്കും റോഡ് വരുന്നത്. പക്ഷെ ഇവിടെ റോഡിലൊരു നല്ല കുഴിയുണ്ട്. ആ കുഴിയുള്ള കാരണം അവർ തടിയൊക്കെ വെച്ച് മറച്ചേക്കും. ഇനി റൈറ്റ് സൈഡ് കയറി പോകണം. ഒരു മണ്ണ് വഴിയുണ്ട്. അച്ഛൻ്റെ ഡോറ് ഫുള്ള് ചാകയായിരുന്നു. അയ്യോ എവിടെ ഡോറ് ഇത് കേട്ടിട്ടെ ഗ്ലാസ്. എനിക്ക് പേടിയാവുന്ന കേട്ടോ. ഗൈസ് ഞങ്ങളെ കാട്ടുപോത്തിനെ കണ്ടു ഗൈസ്. 2 3 4 4 5 5 പോയി നോക്കാം. ചേട്ടാ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അല്ലാണ്ട് വെയിറ്റ് ചെയ്യാ. അത് കുറച്ചു നേരം അവിടെ നിന്ന് സ്ഥലമൊക്കെ നോക്കി. നോക്കിയതാടി. അത് അതിന്റെ കൂട്ടുകാർക്ക് ഒരെണ്ണം കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം അപ്പുറത്തോട്ട് പോയായിരുന്നു. ഗൈസ് ഞാൻ കാട്ടുപോത്ത് ഭയങ്കര ശക്തിയുള്ള. അവൻ വിചാരിച്ച വണ്ടി മറിയും. ഏരിയ കൂടെ ആട്ടോ അത് കയറി വന്നേ. താഴേന്ന് കയറി വന്ന വെള്ളം. എനിക്ക് വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ പൊന്നോ ഞാൻ പേടിച്ചു പോയി അതിനെ കണ്ടപ്പം തന്നെ. ആൺമയിലാട്ടോ. അയ്യോ മഴ വീട്ടിക്കണോ? അവിടെ നിക്കേ. ആണ് പെൺമയില. ആ നമ്മുടെ കാട്. എവിടെ എന്നാണ് ഇവിടെ അച്ഛൻ പറഞ്ഞില്ലേ? അതെവിടെ ഏതാണ് അച്ഛൻ പറഞ്ഞല്ലോ. ചെക്ക് പോസ്റ്റ്. അത് ആ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഒരെണ്ണം കൂടെ വരും. ഞങ്ങൾ സ്പീഡിൽ പോയപ്പോ എന്താ അവിടെ ചാടി കേടുവാ അച്ഛാ. ആണോ? ആ പിന്നെ
കാടല്ലടാ, ഒത്തിരി ജീവികൾ വരും. പക്ഷേ കൈ വെളിയിലിട്ടരുതേ, കാരണം സൈഡിലൊക്കെ കമ്പും മുള്ളും ഒക്കെ അല്ലേ. മയിലൊക്കെ ഇഷ്ടം പോലെ. ഒത്തിരി ആനപ്പിണ്ടം കാണുന്നുണ്ടല്ലോ ചേട്ടാ. ആന സിംഹത്തെ എടുത്ത് വലിച്ചൊറ്റേറും. അപ്പൊ സിംഹം സിംഹമല്ലടി, സിംഹം. സിംഹം 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 ആന ഇടിച്ച് ഇരുത്തോടി. ആനയുടെ തലക്കിട്ട് സിംഹം അടിക്കും. മസ്തകത്തിനുണ്ട് പുസ്തകം തലയ്ക്ക് പറയാം. ഉണ്ട്. അമ്മ പോസ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഏറ്റവും താഴത്തെ എച്ച് കണ്ടോ? അത് പോസ് ബട്ടണാണ്. ആ പോസ് ബട്ടണിൽ ഞെക്കിയാ മതി. അപ്പം ആ ഫുൾ വീഡിയോ ഇതിൻ്റെ അകത്ത് വരും. കൊള്ളാം കേട്ടോ. അച്ഛന്റെ മോളല്ലേ ഞാനിതൊക്കെ ചേട്ടാ അതിനടുക്കൊരു വരേണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. എച്ചിന് വരെയുണ്ടടി നടക്ക്. ഇനിയും താഴെ ഞെക്ക്. കോപ്പി ചേട്ടാ താഴെ ഞെക്ക്, താഴെ ഞെക്ക്. കേട്ടോ ചിലപ്പോ നിർത്തും. വിടർത്തട വീലി, ഇനി ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് വീലി വിടർത്തട. കാട്ടുമയിൽ വിടർത്തട വീലി. നമ്മളിപ്പോ എവിടെ എത്തി? ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റോ എന്തോ സംഗതിയാണ്. ഫോറസ്റ്റിന്റെ ഒരു കെട്ടിടം കാണും. അതല്ലേ പറഞ്ഞൊരു വീട്. ചെറിയൊരു ചെക്ക് പോസ്റ്റ് പാലം ഉണ്ടല്ലോ. പണ്ട് നമ്മളൊരു പാലത്തിന് അടിയിൽ കയറി നിന്നൊക്കെ ഓർക്കുന്നുണ്ട്. അത് എവിടെയായിരുന്നു ചേട്ടാ? അതിനടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് പാലത്തിന് അടിയിൽ കയറുന്നത്. ഇത് ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ്, മണപ്പാറ ഫോറസ്റ്റ് ഓഫീസ്. എല്ലാത്തിൻ്റെയും ചുറ്റും കിടങ്ങുണ്ട്. സാധനത്തിന്റെ പേരെന്നാ ചേട്ടാ? സീവീഡോ? സീവീഡിന്റെ വീഡിയോ. ക്രോസ് ചെയ്യുന്നടാ മയില്. പിള്ളേരെ പതുക്കെ പോട്ടോ, പതുക്കെ. അതങ്ങനെ ഓടുന്നൊന്നുമില്ലടി. ഇതിന് പേടിയില്ലാത്ത മയില്. അടയ്ക്കണ്ട. റൂലിയേട്ടൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. ആനച്ചൂര് മണക്കുന്നുണ്ടായിരുന്നു. കാട് കഴിഞ്ഞല്ലേ? ഇപ്പൊ തേക്കുമരങ്ങളാ. വളവൊന്നും അടി കാണിക്കുന്നു. നമുക്ക് ടോട്ടൽ ദൂരം താഴെ അടി.
ഏറ്റവും താഴെ കണ്ടോ 30 മിനിറ്റ്സ്. താഴെ കണ്ടോ 14 കിലോമീറ്റർ, 14 കിലോമീറ്റേഴ്സ്. ഞങ്ങളങ്ങനെ ആ കാട്ടിനകത്തുനിന്ന് ഇറങ്ങി, റോഡിലിറങ്ങി. ഇത് തേക്കിൻ കാടുകളാണ്. ഇനി ഇവിടുന്ന് നേരെ അച്ചൻകോവിൽ റൂട്ടിലേക്ക് പോവാം. അപ്പോൾ ഇറങ്ങിയ വഴിക്ക് കണ്ടൊരു അടിപൊളി ഒരു അമ്പലമാണ്. നമ്മൾ കാട് റോഡിൽ നിന്ന് ഇറങ്ങി അച്ചൻകോവിൽ റൂട്ടിലേക്ക് തിരിയുമ്പം തന്നെ നല്ലൊരു അമ്പലമുണ്ട്. റോഡിൻ്റെ സൈഡിലായിട്ട് ചെറിയ കോവിൽ. എൻ്റെ സൈഡിൽ പുഴയാണ്. നല്ല അടിപൊളി മരം അല്ലേടി? എന്നാ മരമാണോ? രസമുണ്ട്. അച്ഛൻ ഇവിടെ വരെ ഇറങ്ങുന്നുള്ളൂ. ഇവിടെ ഇരിക്കണ്ട, അവിടെ ഇട്ടു. നല്ല വെള്ളം അവിടെയാണ്. ഇറങ്ങാത്തോ? വരുന്നില്ല. വളരെ പ്രസിദ്ധമായ അയ്യപ്പൻ്റെ ചെങ്കോവിൽ അയ്യപ്പ ക്ഷേത്രം. വെള്ളം കയ്യിലുണ്ടോ? അതിനിപ്പം മുമ്പിട്ട് മേടിച്ച് ചേർത്തോണ്ടാണ്. അത് പണ്ട് പൈസ എടുക്കുമ്പോൾ പൈസ വേണം. പൈസ